അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലാ ഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർള് ഖദ് യഅലമു മാ അൻതും അലൈഹി വയൗമ യുർജഊന ഇലൈഹി ഫയുനബ്ബിഉഹും ബിമാ അമിലൂ വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. സഹോദരന്മാരെ, തുടർച്ചയായി വരുന്ന സൂറത്തു നൂറിലെ അവസാനത്തെ വചനമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഈ വചനത്തോടു കൂടി ഈ സൂറത്ത് അവസാനിക്കുകയാണ്. അല ആശയം ഇങ്ങനെയാണ്. ആദ്യം നമ്മൾ തജ്വീദാണ് പറയാറുള്ളത്. അല എന്നുള്ളിടത്ത് പിന്നെ 4 മുതൽ 6 ഖദർ വരെ നീട്ടി ഉച്ചരിക്കണം. കാരണം അത് മദ് മുംഫസിൽ എന്ന് പറയും. അപ്പോൾ ഓതേണ്ടത് അലാ ഇന്ന, ഈ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. നൂനിനെ ഉന്നത്തോടു കൂടി ഉച്ചരിക്കണം. പിന്നെ അലാ ഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർള്, അവിടെ മാഫിസ് സമാവാത്തി എന്നുള്ള ഫീ നീട്ടാനുള്ള ആ യാവിനും പിന്നെ വരുന്ന വസിലിൻ്റെ അംസക്കും ലാമിനും 3 അക്ഷരത്തിനും ഉച്ചാരണം ഉണ്ടാവില്ല കൂട്ടി ഓതുമ്പോൾ. അപ്പോൾ ഓതേണ്ടത് മാഫിസ് സമാവാത്തി വൽ അർള്. രണ്ടാമത് വൽ അർള് എന്ന് പറയുന്നിടത്ത് അലിഫിന് മാത്രമേ ഉച്ചാരണം ഉണ്ടാവാതിരിക്കുള്ളൂ, ലാമിന് ഉച്ചാരണം ഉണ്ട്. കാരണം അത് ഖമരിയാണ്. പിന്നെ ഖദ്, അദാലിനെ അല്പം ശിദ്ദത്തോട്, കാരണം ഹുറൂഫുൽ ഖൽഖലയിൽപ്പെട്ടത് ആണ് അത്. അപ്പോൾ ഖദ് യഅലമു മാ അൻതും, മാ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 മുതൽ 6 ഖദർ വരെ നീട്ടണം. അതിൻ്റെ നിയമം മദ് മുംഫസിലാണ്, ഹുക്മ് ജവാദാണ്. നൂനിനെ ഇഖ്ഫാ ചെയ്യണം. അൻതും, പിന്നെ മാ അൻതും അലൈഹി വയൗമ യുർജഊന ഇലൈഹി. നിങ്ങളവിടെ സെൻറ്റൻസ് പൂർത്തിയാവുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്കവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇലൈഹി, പക്ഷേ കൂട്ടി ഓതലാണ് ഉത്തമം. ഇലൈഹി ഫയുനബ്ബിഉഹും ബിമാ അമിലൂ. അവിടെ കൊല എന്ന് കാണാം. അവിടെ വഖഫ് ചെയ്യലാണ് ഏറ്റവും ഔലയായിട്ടുള്ളത് എന്ന് കാണിക്കാൻ ബിമാ അമിലു, അവിടെ സ്റ്റോപ്പ് ചെയ്യലാണ് ഉത്തമം. പിന്നെ വല്ലാഹു ബികുല്ലി ഷൈഇൻ, ആ ഷൈഇൻ എന്നുള്ള കസ്ർ തൻവീനിനെ ഇൽഹാർ ചെയ്താൽ മതി. അവിടെ മണിക്കാനോ ഇഫ്വാ ചെയ്യാനോ പോവേണ്ടതില്ല. അലീം, അവിടെ വഖഫ് ചെയ്യുന്നത് കൊണ്ട് 4 മുതൽ 6 ഖദർ വരെ നീട്ടി ഉച്ചരിക്കണം. അപ്പം ബികുല്ലി ഷൈഇൻ അലീം, അതാണ് സാധാരണ ഇതിലുള്ള തജ്വീദ്. ഇനി നമുക്കതിൻ്റെ ആശയത്തിലേക്ക് പോകാം. അല, അറിയുക. ഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർള്, ആകാശങ്ങളിലുള്ളതെല്ലാം ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിൻ്റേതാണ്. തീർച്ചയായും അള്ളാഹുവിനുള്ളതാണ് ആകാശഭൂമികളിലുള്ളതെല്ലാം എന്നതാണ്. ഖദ് യഅലമു മാ അൻതും അലൈഹി, നിങ്ങൾ ഏതൊരു നിലപാടിലാണ് എന്ന് അള്ളാഹു അറിയുന്നുണ്ട്. വയൗമ യുർജഊന ഇലൈഹി, നിങ്ങൾ അവങ്കലിലേക്ക് മടക്കപ്പെടുന്ന ദിവസവും തീർച്ചയായും അള്ളാഹു അറിയുന്നു. ഫയുനബ്ബിഹും ബിമാ അമിലു, അന്ന് അവർ പ്രവർത്തിച്ചത്, മനുഷ്യന്മാർ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച് അവർക്ക് വിവരം നൽകുന്നതാണ്, വിവരം കൊടുക്കുന്നതാണ്. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം,
അള്ളാഹു എല്ലാ കാര്യത്തെ സംബന്ധിച്ചും അറിയുന്നവനാണ്. ഇതിലെ ഓരോരോ സ്റ്റെപ്പ് നിങ്ങളിങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. ആദ്യത്തെ ഇത് അല അറിയുക. സഹോദരന്മാരെ, എന്തിനാ അല എന്ന് പറയുന്നത്? അറിയുക. അവിടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ശക്തമായ ഒരു മുന്നറിയിപ്പ് കൊടുക്കാനാണ് അല എന്നുള്ള പദപ്രയോഗം വിശുദ്ധ ഖുർആനിൽ ഉപയോഗിക്കുന്നത്. സാധാരണ മുന്നറിയിപ്പല്ല, ഉറങ്ങിക്കിടക്കുന്ന ആളെ ഉണർത്തുന്ന വിധമുള്ള മുന്നറിയിപ്പ്, ഇൻദാർ, അത് നൽകാനാണ്, അല്ലെങ്കിൽ അവരെ ഉണർത്താനാണ് അല എന്നുള്ള ആ അറബിയിലെ പ്രയോഗം ഉപയോഗിക്കുന്നത്. അപ്പം ആ ആശയം വെച്ച് നിങ്ങൾ നോക്കൂ. അല, ഉറങ്ങിക്കിടക്കുന്ന എല്ലാവരും ഉണരണം, ആ രൂപത്തിലുള്ള പിന്നെ ഇൻദാറാണ്, തംബീഹാണ് ഇനി പറയാൻ പോകുന്നത്. ഇതാണ് അല. എന്നിട്ട് അല്ലാഹ് പറയാണ്, ഇന്നലില്ലാഹി മാഫിസ്സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുള്ളതെല്ലാം തീർച്ചയായും അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹുവിനുള്ളതാണെന്നല്ല, അള്ളാഹുവിനുള്ളത് മാത്രമാണ്. സഹോദരന്മാരെ, ആകാശഭൂമികളിലുള്ളത്, ആകാശങ്ങളിലും ഭൂമിയിലുള്ളത് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ, അതാണ് ആകാശങ്ങളിലും ഭൂമിയിലുള്ളത്. മാ എന്ന് പറഞ്ഞത് ഒരു കാര്യം, ഒരു ഷെയ് എന്ന് പറയാൻ പറ്റുന്ന എന്തൊക്കെ ഉണ്ടോ, ഒരു വസ്തു എന്ന് പറയാൻ പറ്റുന്ന എത്ര നിസാരമായ ഒരു ആറ്റം ആയാൽ പോലും അതൊക്കെ അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ ലോകം നമുക്ക് സ്വന്തമല്ല. നമ്മൾ അതിലെ ഈ ലോകത്തെ അതിഥികൾ മാത്രമാണ്. ആലോചിച്ച് നോക്കൂ, എത്ര വലിയ പൊസിഷൻ, എത്ര വലിയ സ്ഥാനവും മാനവും ഒക്കെ വഹിക്കുന്ന ആളായാലും ഇവിടെ നമുക്കുള്ള അധികാരം, ഉടമസ്ഥത എന്ന് പറയുന്നത് തൽക്കാലമാണ്. അപ്പം നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു വാടക വീട്ടിൽ അല്ലെങ്കിൽ ഒരു മരത്തണലിൽ താമസിക്കുന്നത് പോലെയാണ്. വാടക വീട്ടിൽ താമസിച്ചാൽ എന്താ, കുറച്ച് ആ വാടക വീട്ടിൻ്റെ ഉടമസ്ഥത നമുക്കാണോ? അല്ല, അതിൻ്റെ ഉടമസ്ഥൻ മറ്റൊരാളാണ്. അയാൾ പറയുമ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും. നമുക്കതിൻ്റെ ഉടമസ്ഥാവകാശമില്ല. ഇതേപോലെ ഈ പ്രപഞ്ചം, ഈ ആകാശങ്ങളും ഭൂമിയും അടങ്ങുന്ന ഈ ലോകം, ഈ ലോകത്ത് എത്ര വലിയ പൊസിഷനിൽ ജീവിക്കുന്ന രാജാവാവട്ടെ, ഭരണാധികാരിയാവട്ടെ, പ്രജയാവട്ടെ, അവൻ്റെ സർവൻ്റാവട്ടെ, ഭരണീയരാവട്ടെ, ആരായിരുന്നാലും, ധനികനാവട്ടെ, ദരിദ്രനാവട്ടെ, അവനൊക്കെ ഈ ഭൂമുഖത്ത് ജീവിക്കുന്നത്, ഈ ലോകത്ത് ജീവിക്കുന്നത് വാടക വീട്ടിൽ താമസിക്കുന്ന പോലെയാണ്. ഏത് സമയത്തും ഇറങ്ങിപ്പോവേണ്ടി വരും. കാരണം അതിൻ്റെ ഉടമസ്ഥാവകാശം ആ മനുഷ്യനില്ല എന്നർത്ഥം. അപ്പം എല്ലാ കാര്യവും, എന്താ എല്ലാ കാര്യവും എന്ന് പറയാൻ കാരണം, മാ എന്ന ആ പദപ്രയോഗം, അതാണ് അവിടെ എല്ലാ കാര്യവും എന്ന് പറയുന്നത്, അല്ലേ? അപ്പം മനുഷ്യനാകുന്ന നമ്മളും, നമുക്ക് അല്ലാഹു നൽകിയ സമ്പത്തും, നമുക്ക് നൽകിയ ശക്തിയും കഴിവും, നമുക്ക് നൽകിയ പട്ടാളക്കാരും എല്ലാവരും, നമ്മുടെ പരിചാരകരും, നമ്മുടെ ചിന്തകളും ഒക്കെ നമ്മുടെ ആധിപത്യത്തിലല്ല, അള്ളാഹുവിൻ്റെ ആധിപത്യത്തിലാണ് എന്ന ഒരു വലിയ പാഠമാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. സഹോദരന്മാരെ, എന്തൊക്കെ നമ്മൾ, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അമാനത്തായി നൽകിയ ഒരു കാര്യമാണ് നാം താമസിക്കുന്ന ഈ വീട്. നമുക്കിപ്പോൾ ഉള്ള ആരോഗ്യം, അള്ളാഹു എന്തൊക്കെയാണോ ദാനമായി നമുക്ക് നൽകിയിട്ടുള്ളത്, അത് സമ്പത്താവട്ടെ, മറ്റു കാര്യങ്ങളാവട്ടെ, മക്കളാവട്ടെ, മറ്റ് കോട്ടേഴ്സ് എന്താവട്ടെ, വാഹനമാവട്ടെ, അതൊക്കെ താൽക്കാലികമാണ് ഇവിടെ. അപ്പോൾ ഇനി ദീർഘകാലം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ നോക്കൂ. ഓൻ ദീർഘകാലം അധ്വാനിച്ച് ഒരുപാട് സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെയൊക്കെ ഞാനും നിങ്ങളൊക്കെ അതിൽപ്പെട്ടതാണ്. അങ്ങനെ
പ്രവാസിയായ നമ്മൾ ദീർഘകാലം ഈ പ്രവാസ ലോകത്ത് പിന്നെ ധാരാളം അധ്വാനിച്ച് ധാരാളം സമ്പത്ത് നമ്മൾ പിന്നെ ബാലൻസ് വെച്ചിട്ടുണ്ടാവും, അല്ലേ? ഇല്ലാത്തവരും ഉണ്ടാവും. പക്ഷേ വെച്ചവരാവട്ടെ വെക്കാത്തവരാവട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രക്കിടയിൽ ഏതോ ഒരു നിമിഷത്തിൽ നമുക്ക് പെട്ടെന്ന് ചിലപ്പം ഒരു രോഗം എന്ന കാരണം വരും, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് എന്ന കാരണം വരും, അല്ലെങ്കിൽ ഒരു യുദ്ധക്കെടുതി എന്ന കാരണം വരും. അതോടുകൂടി ഒരു പക്ഷേ നാം സമ്പാദിച്ചതൊക്കെ വിട്ടേച്ച് കൊണ്ട് നമ്മൾ യാത്ര പോകും. അങ്ങനെ ആകുമ്പോൾ എവിടെയാണ് സഹോദരന്മാരെ നമ്മുടേത് എന്ന് പറഞ്ഞ് അവകാശപ്പെടാൻ നമുക്ക് എന്ത് അർഹതയാണുള്ളത്? യഥാർത്ഥത്തിൽ ഒന്നുമില്ല. ഈ ആരോഗ്യം എൻ്റെതാണെന്ന് തോന്നും, പക്ഷേ ആരോഗ്യം നിമിഷം കൊണ്ട് നാശിക്കും, അല്ലേ? നിമിഷം മതി. റസൂലുള്ളാഹി പഠിപ്പിക്കണ്ട്. ആരോഗ്യം നീങ്ങിപ്പോകുക, അല്ലേ? ആഫിയത്ത് മാറി മറിഞ്ഞു വരിക, അതിൽ നിന്നൊക്കെ അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശരണം തേടാറുണ്ടായിരുന്നു എന്ന് പ്രവാചകൻ്റെ പ്രാർത്ഥനകളിലൂടെ നമ്മെ പഠിപ്പിക്കണം. അപ്പോൾ ഒരു സെക്കൻഡ് മതി. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ എങ്കിൽ നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മെ ഇതൊക്കെ നോക്കാനുള്ള ഒരു പ്രതിനിധിയായി ഈ ഭൂമുഖത്ത് നിശ്ചയിച്ചതാണ്. നമ്മൾ യഥാർത്ഥ ഉടമസ്ഥാവകാശിയല്ല, അല്ലേ? നമ്മളെ ഉടമസ്ഥനല്ല. അവിടെ നമ്മൾ ചെയ്യേണ്ടത് ആമിനു ബില്ലാഹി വ റസൂലി, അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ റസൂലിലും വിശ്വസിക്കുക. വ അംഫിക്കു മിമ്മാ ജഅലക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. മുസ്തഖലഫീന ഫീ, അതിൽ ആ സമ്പത്തിൽ അള്ളാഹു തആല നിങ്ങളെന്താക്കിയതാണ്? പിൻഗാമിയാക്കിയതാണ്. ഇസ്തിഖ്ലാഫ് ഉണ്ടാക്കി വെച്ചതാണ് അള്ളാഹു. നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇതിനുള്ള അവകാശം അള്ളാഹു നൽകിയിട്ടില്ല എന്നർത്ഥം. ഒക്കെ ഞങ്ങൾ ഇവിടുന്ന് പോകേണ്ടി വരും. അപ്പോൾ സഹോദരന്മാരെ, ശരിയായ ഈ ഒരു വിശ്വാസം, ഇതൊന്നും ഇപ്പം എൻ്റെ കയ്യിലുള്ളതൊന്നും എൻ്റേത് എന്ന് ഉടമസ്ഥാവകാശം പറയാൻ യഥാർത്ഥത്തിൽ എനിക്ക് അവകാശമില്ല, അതൊക്കെ അള്ളാഹുവിൻ്റേതാണ് എന്ന ആ വിശ്വാസമുള്ള ഒരു ദൃഢവിശ്വാസം നമുക്കുണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. എന്തൊക്കെയാണ്? എല്ലാം അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിത വീക്ഷണം തന്നെ ആകെ മാറും, അല്ലേ? ജീവിതത്തിൽ ഒരിക്കലും അവൻ അഹങ്കാരം നടിക്കില്ല. കാരണം എന്താ? ഒന്നും എൻ്റേതല്ലല്ലോ, എന്തിനാ പിന്നെ ഞാൻ അഹങ്കാരം നടിക്കണത്? എനിക്കല്ല തന്നെ ഈ ആരോഗ്യം, ഈ സമ്പത്തും, ഈ കുടുംബവും, ഇതൊന്നും യഥാർത്ഥ മുൽക്കിയത്ത് എൻ്റെ അടുത്തല്ല എന്ന് പറയുമ്പോൾ അഹങ്കാരം നടിക്കാൻ എന്ത് വകുപ്പാണുള്ളത്? അതേപോലെ ജീവിതത്തിൽ അസൂയ കാണിക്കില്ല. കാരണം അസൂയ നമുക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? എന്നേക്കാൾ മറ്റൊരാളുടെ അനുഗ്രഹം കാണുമ്പോഴാണ് നമുക്ക് അസൂയ ഉണ്ടാവുന്നത്. കാരണം ഓൻ്റെ അടുത്തുള്ളവും എൻ്റെ അടുത്തുള്ളവും എന്നും എൻ്റേതുമല്ല അവൻ്റേതുമല്ല, അള്ളാഹുവാണ് അതിൻ്റെ പൂർണ്ണ ഉടമ എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്തിനാ അസൂയപ്പെടണം സഹോദരന്മാരെ? ഇനി നമുക്ക് കുറേ നഷ്ടപ്പെട്ടു പോയി, ഉണ്ടായതൊക്കെ നഷ്ടപ്പെട്ടു പോയി, അല്ലേ? കച്ചവടം തകർന്നു പോയി എങ്കിലും നമ്മൾ അങ്ങേറ്റം ദുഃഖിക്കില്ല. കാരണം എന്തിനാ? അതൊന്നും ഇപ്പം യഥാർത്ഥ മുൽക്കിയത്ത്, ഉടമസ്ഥാവകാശം എൻ്റേതല്ല, ഒറിജിനലായിട്ട് എൻ്റേതല്ല, അത് അള്ളാഹുവിൻ്റേതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഈ ലോകത്ത്, ഈ ദുനിയാവിൽ ഒരു യാത്രക്കാരൻ മരത്തണലിൽ വിശ്രമിക്കുന്നത് പോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു യാത്രക്കാരൻ മരത്തണലിൽ അല്പനേരം വിശ്രമിച്ച് ആ മരത്തണൽ വിട്ടേച്ച് പോകുന്നത് പോലെ ആയിരിക്കും ഈ ദുനിയാവിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്നുള്ളതാണ്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പറയുന്നത്? അലാ ഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞതിലൂടെ അള്ളാഹു തആല മനുഷ്യരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സഹോദരന്മാരെ, ഒരു രാജാവിൻ്റെ കഥ ഇങ്ങനെ പറയാറുണ്ട്, ചരിത്രത്തിലൊക്കെ കാണാം. രാജാവ് എന്നും പ്രജകളോട് പറയും, ഇതൊക്കെ എൻ്റെതാ, ആദാ മുൽക്കി, ഇതൊക്കെ എൻ്റെ ഉടമസ്ഥാവകാശത്തിലുള്ള. അങ്ങനെ രാജാവിന് മരണമാസന്നമായപ്പോൾ രാജാവ് പ്രജകളോട് പറഞ്ഞു, ഇഹ്മലൂനി ഇലാ ഖബരി, ഞാൻ മരിച്ച എന്നെ ഖബറിലേക്ക് കൊണ്ടുപോകണം, വഹിച്ചു കൊണ്ടുപോകണം. എങ്ങനെ കൊണ്ടുപോകണത്? ഈ ഉടമസ്ഥാവകാശമുള്ള ഈ സമ്പത്തും അതേപോലെ ഈ സീനത്തും ഈ കൊട്ടാരവും അതൊന്നും നിങ്ങൾ കൊണ്ടുപോകേണ്ടതില്ല. എന്തിനാണ് കൊണ്ടാവാതിരിക്കണത്? ലിയഅലമന്നാസു അന്നി ഖറജ്തു മിൻഹാ
കമാ ദഖൽതു, ദുനിയാവിലേക്ക് ഞാൻ എങ്ങനെയാണോ കടന്നു വന്നത് അതേപോലെ ദുനിയാവിൽ നിന്ന് ഞാൻ പുറത്തു പോവുകയാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ കൊട്ടാരത്തിൻ്റെ ഒരു ഡ്രസ്സോ ഒരു കാര്യവും അതേപോലെ എൻ്റെ സമ്പത്തിൻ്റെ ഒരു ഭാഗമോ എൻ്റെ മയ്യത്തും കട്ടിലിൻ്റെ കൂടെ വഹിക്കരുത് എന്നാ രാജാവ്. ഇത് യാഥാർത്ഥ്യമല്ലേ സഹോദരന്മാരെ? നമ്മളൊരു രാജാവിൻ്റെ കഥയാണെങ്കിലും നമ്മളൊക്കെ പോകുമ്പോൾ നമ്മുടെ എന്തെങ്കിലും ഒന്ന് ആ ഖബറിലേക്ക് നമ്മൾ കൊണ്ടുപോകാറുണ്ടോ? ഇല്ല. മരണത്തോടു കൂടി അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടായാൽ ഒരടിമക്ക് റബ്ബിലുള്ള ഈ ഒരു ബന്ധം ഇതൊക്കെ അള്ളാഹുവിൻ്റെ ആധിപത്യത്തിലാണ്, അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലാണ് എന്ന വിശ്വാസം ഒരാൾക്കുണ്ടായാൽ ശരിക്കും എല്ലാ രംഗത്തും എല്ലാ അവസ്ഥയിലും എല്ലാ സമയത്തും അള്ളാഹുവിലേക്ക് ആ മനുഷ്യൻ ഇങ്ങനെ മടങ്ങിക്കൊണ്ടിരിക്കും, പക്ഷാതപിച്ചു കൊണ്ടിരിക്കും. അള്ളാൻ്റെ ഖദർ ഖലായിൽ അവൻ തൃപ്തനാവും. പിന്നെ അള്ള തന്നതിന് അവൻ ശുക്ർ കാണിക്കും, നന്ദി കാണിക്കും ആ നിഅമത്തിന്. അല്ലേ? അള്ളാഹു തന്നത് അള്ളാഹുവിന് താഅത്ത് ചെയ്യാനായിട്ട് ആ മനുഷ്യൻ ഉപയോഗിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നാം അതിലൂടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സഹോദരന്മാരെ, അലാ ഇന്നലില്ലാഹി മാഫിസ് സമാവാതി വൽ അർദ് എന്നതിലടങ്ങിയ ഒരുപാട് രഹസ്യങ്ങളാണ് നാം ഇതുവരെ വിവരിച്ചത്. അപ്പം നമ്മളൊക്കെ ഒരു രാജാവിൻ്റെ കൊട്ടാരത്തിൽ സർവൻ്റായി പണിയെടുക്കുന്ന ആൾ നല്ല സുഖിച്ചിട്ടായിരിക്കും ആ കൊട്ടാരത്തിൽ ജീവിക്കണേ. പക്ഷെ ആ കൊട്ടാരത്തിലെ രാജാവോ? ഒരിക്കലുമില്ല. ഇതേപോലെയാണ് നമ്മൾ ഈ ലോകത്ത് വളരെ സുഖസൗകര്യത്തോടു കൂടി ജീവിക്കുന്നുണ്ടാവും. പക്ഷേ എന്തെങ്കിലും ഒന്ന് നമുക്ക് ഉടമപ്പെടുത്താൻ നമ്മുടേതെന്ന് പറഞ്ഞ് ആ ലില്ലാഹി മാഫി സമാവത് ആ ഉടമസ്ഥാവകാശം ആ മുൽക്ക് നമുക്ക് ലഭിക്കുമോ സഹോദരന്മാരെ? ഒരിക്കലുമില്ല. ഈ വിശ്വാസമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമ്മെ പഠിപ്പിക്കും. അടുത്ത സെൻറ്റൻസ് നോക്കുങ്ങൾ. ഖദ് യഅലമു മാ അൻതും അലൈഹി, ഖദ് യഅലമു മാ അൻതും അലൈഹി, നിങ്ങൾ ഏതൊരു നിലപാടിലാണോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും അറിയുന്നുണ്ട്. അല്ലേ? അപ്പം നോക്കി നമ്മൾ എന്ത് അവസ്ഥയിലാണ്. ഇപ്പം അള്ളാഹുവിൻ്റെ ഇൽമാണ് അതിൽ ഒരു പ്രധാന വിഷയം. അള്ളാഹിൻ്റെ ഇൽമ് എല്ലാം ഉൾക്കൊള്ളുന്ന വാസിയായ ഇൽമാണ് അള്ളാഹുവിൻ്റെ. ഒരു ചെറിയ മൂല പോലും അള്ളാഹു അറിയാതെ പോകുന്നില്ല. ഒരു കാര്യത്തിൻ്റെ എല്ലാ അവസ്ഥയും അള്ളാഹു അറിയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അറിവ് എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ അറിവ് പോലെയല്ല. അല്ലേ? മനുഷ്യൻ ബാഹ്യമായതാണ് അധികവും അറിയുക, അകത്തളത്തിലുള്ളത് അറിയില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബാഹ്യമായതും അകത്തളത്തിലുള്ളതും അള്ളാഹു അറിയും. രഹസ്യവും പരസ്യവും മനുഷ്യൻ്റെ മനസ്സിലെ കരുത്തും ഉദ്ദേശവും അവൻ്റെ പ്രവർത്തന ശുദ്ധിയും ഒക്കെ അറിയുന്നവനാണ് അള്ളാഹു. അല്ലേ? നമ്മളൊക്കെ ഇപ്പം ഇങ്ങനെ നമസ്കരിക്കും. ആ നമസ്കരിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഹൃദയ സാന്നിധ്യത്തോടു കൂടിയാണോ ആ മനുഷ്യൻ നമസ്കരിക്കുന്നത്? അതല്ല അശ്രദ്ധനായിട്ടിങ്ങനെ ആൾക്കൂട്ടത്തിൽ നമസ്കരിക്കുകയാണോ എന്ന് ആരറിയും? അള്ളാഹു അറിയും. നമ്മളെ മനസ്സ് അള്ളാഹു അറിയും. അല്ലേ? അതേപോലെ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അള്ളാഹ്ക്കറിയാം ആ സംസാരം സത്യസന്ധമായിട്ടാണോ, ആത്മാർത്ഥതയോട് കൂടിയിട്ടാണോ, അതല്ല കളവ് കൂട്ടിച്ചേർത്തതാണോ എന്ന് ആർക്കറിയും? മനുഷ്യർക്കറിയാൻ പറ്റില്ല, അള്ളാഹ്ക്കറിയും. അല്ലേ? നമ്മൾ ഒറ്റക്കായിരിക്കുമ്പോൾ ആരും കാണാനില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് നാം എന്ത് ചെയ്യുന്നു എന്ന് ആർക്കറിയും? അള്ളാഹ്ക്കറിയും. മറ്റൊരാൾക്കും അറിയാൻ സാധ്യല്ല. അപ്പം യഅലമു സിർറ വ അഖ്ഫ, രഹസ്യമായതും ഏറ്റവും ഗോപ്യമാക്കി വെച്ചതും അറിയുന്നവനാണ് അള്ളാഹു. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ ചിലപ്പം ഖവാത്തിർ എന്ന് പറയും, നമ്മുടെ മനസ്സിലെ തോന്നലുകൾ ഉണ്ടാവും, വിചാര വികാരങ്ങൾ. ആ ഒരു സെൻറ്റൻസായി വന്നിട്ടുണ്ടാവില്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ മനസ്സിൽ ആ ഒരു ചിന്ത ഉണ്ടാവും. ആ ചിന്ത പോലും സെൻറ്റൻസായി വരാത്ത ചിന്തകളെപ്പോലും ആർക്കറിയും? അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയും എന്നുള്ള. എന്നാൽ സഹോദരന്മാരെ, ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇരട്ടത്താപ്പാണ്. ഇതാണ് ഏറ്റവും അപകടം പിടിച്ച്. മനുഷ്യരിൽ ബഹുഭൂരിപക്ഷവും ഇരട്ടത്താപ്പിൻ്റെ ആളുകളാണ്. ഇത് ഏറ്റവും വലിയൊരു രോഗമാണ്. കാരണം മനുഷ്യന് ദ്വിമുഖമുണ്ടാകുക, രണ്ട് മുഖം ഉണ്ടാകുക. ഒന്ന് ജനങ്ങൾക്ക് മുമ്പിൽ ഒരു മുഖവും, മറ്റൊന്ന് അവൻ ഗോപ്യമായിരിക്കുമ്പോൾ രഹസ്യമായിരിക്കുമ്പോൾ മറ്റൊരു മുഖവും ഉണ്ടാവുക. ജനങ്ങൾക്കിടയിൽ വളരെ ഭക്തിയോടുകൂടി നമസ്കരിക്കും,
അങ്ങനെ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒഴിവായാൽ അള്ളാഹുവിൻ്റെ പവിത്രതയെ പിച്ചു ചീന്തുകയും ചെയ്യുന്ന ചില ആളുകളുണ്ടാവും അല്ലേ. അതേപോലെ ഇപ്പം വലിയ പ്രാസംഗികന്മാരോ കുത്തുബ അറിയുന്നവരൊക്കെ ആണെങ്കിൽ വലിയ തെക്കുവിനെ പറ്റിയൊക്കെ ധാരാളമായിട്ട് ഇങ്ങനെ സംസാരിക്കും. പക്ഷേ അയാളുടെ ജീവിതത്തിൽ, രഹസ്യ ജീവിതത്തിൽ ആ തെക്കുവയുടെ ഒരു അംശം പോലും ഉണ്ടാവില്ല. അപ്പം ഇതൊക്കെ ആരറിയും? അള്ളാഹു അറിയും. അപ്പോൾ ഈ ആയത്ത് എന്താണ്? കദിയ ലമാ അൻതും അലൈഹി എന്ന് പറയുന്നത് ഒരു വാണിംഗ് പോലെയാണ്. എന്താ വാണിംഗ്? പുറംപൂച്ച് കൊണ്ട് നിങ്ങൾ വഞ്ചിതരാവണ്ട. നിങ്ങളുടെ യാഥാർത്ഥ്യം, നിങ്ങളുടെ അന്തസത്ത അറിയുന്നവനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. സലഫുകൾ പറയാറുണ്ട്, നിങ്ങൾ ലാ തൻദുർ ഇലാ സിഗരിൽ മഅസിയ, ഒരു അള്ളാഹുവിനോട് ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് എത്ര ചെറുതാണ്, അതിൻ്റെ ചെറുപ്പം, അതിൻ്റെ നിസ്സാരതയല്ല നമ്മൾ നോക്കേണ്ടത്. മറിച്ച് വലാക്കിൻ ഉൻദുർ ഇലാ അളമതി മൻ അസൈത, ആരോടാജി തെറ്റ് ചെയ്തത് എന്ന ആ മഹത്വത്തിലേക്കാണ് നോക്കേണ്ടത്. നമ്മൾ ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആരോടായി അനുസരണക്കേട് കാണിക്കണത്? എൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനോട്. അപ്പോൾ അത് ആ ചെറുതാണെങ്കിലും അത് വലുതായി മാറും എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നുണ്ട്. മറ്റൊരു കാര്യം, കദിയ അലമു മാ അൻതും അലൈഹി, കദിയ മാ അൻതും അലൈഹി, നിങ്ങളിപ്പോൾ ഉള്ള നിലപാട് അള്ളാഹു അറിയും എന്ന് പറഞ്ഞതിൽ നമുക്ക് മറ്റൊരു ഭാഗം പഠിക്കാനുള്ളത് അള്ളാഹുവിൻ്റെ മുറാക്കബത്ത്. അള്ളാഹു നമ്മെങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു വിശ്വാസം, അള്ളാഹ് നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങോട്ട് ദൃഢമൂലമായാൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, തെറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ നമ്മൾ ഹറാമ് ചെയ്യണത് നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയും. കാരണം ഞാൻ ഒറ്റക്കാണെങ്കിലും ആ ഹറാമ് അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു മുറാക്കബത്ത് ചെയ്യുന്നുണ്ട് അല്ലേ. ഇനിയിപ്പം മാനേജർമാരും എന്നെ നോക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊന്നും ഇല്ലെങ്കിലും എൻ്റെ ജോലിയിൽ ഞാൻ ആത്മാർത്ഥത കാണിക്കും. കാരണം ഒരാളും എന്നെ കാണാനില്ല, എങ്കിലും അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി ആ ജോലിയിൽ ആത്മാർത്ഥത ഉണ്ടാവും. അതേപോലെ എൻ്റെ ഉദ്ദേശശുദ്ധി, ആ ഉദ്ദേശശുദ്ധി സത്യസന്ധമാവും. കാരണം എൻ്റെ ഉദ്ദേശശുദ്ധി അള്ളാഹു നോക്കിക്കണ്ടിരിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന ബോധമുണ്ടാകുമ്പോൾ ആ നിയ്യത്ത് പോലും ശരിയാവും. നോക്കൂ നിങ്ങൾ, അതാണല്ലോ തെറ്റ് ചെയ്യാനുള്ള എല്ലാ അവസരവും വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 ആളുകൾക്ക് അർശിൻ്റെ തണലേകുന്ന കൂട്ടത്തിൽ ഒരാളെ പറയുന്നുണ്ടല്ലോ, തെറ്റ് ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ട് ആ തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആ സന്ദർഭത്തിൽ ഇന്നി അഖാഫുല്ലാ, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ തെറ്റിൽ നിന്ന് വിരമിക്കുന്നവൻ അല്ലേ, അവൻ ഹർഷിൻ്റെ തണലേകുന്ന. കാരണം എന്താ? ആ യഥാർത്ഥത്തിൽ അവിടെ അവന് വരുന്ന അള്ളാഹ് കാണുന്നുണ്ട് എന്ന ആ ബോധം കൊണ്ടാണ്, ഇതിൽ നിന്നാണ് അവൻ അവിടെ വിട്ടു നിൽക്കുന്നത്. അപ്പോൾ സഹോദരന്മാരെ, ഈ ആയത്ത് ആത്മാർത്ഥതയുള്ള മുഖ്ലിസീങ്ങൾക്കുള്ള ഒരു സന്തോഷവാർത്ത, സുവിശേഷം മാത്രമല്ല, മറിച്ച് ധിക്കാരികളായ ആളുകൾക്കുള്ള ഒരു വാണിംഗ് കൂടിയാണ് ഇത് എന്നുള്ളത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെത്ര ക്ഷമിച്ച് നിൽക്കുന്നുണ്ട്, തെറ്റ് ചെയ്യാതെ. ആ തെറ്റ് ചെയ്യാതിരിക്കണമെങ്കിലും ക്ഷമിക്കണമല്ലോ. അപ്പോൾ ആ ക്ഷമ നമുക്ക് എത്ര ഉണ്ട്? നമ്മൾ രാത്രിയിൽ നമ്മുടെ കണ്ണുനീര് എത്രമാത്രം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് നമ്മൾ കരയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഉദ്ദേശശുദ്ധി, അത് നമ്മൾ എങ്ങനെയാണ് നമ്മളത് നടപ്പാക്കണത് എന്നീ കാര്യങ്ങളൊക്കെ അള്ളാഹു അറിയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. സുദീർഘമായ ഹദീസിൻ്റെ തുടക്കത്തിൽ അങ്ങനെ പ്രവർത്തനങ്ങളൊക്കെ നിയ്യത്തുകൾക്കനുസരിച്ചാണ്. അപ്പോൾ ഒരു ചെറിയ പ്രവർത്തനം, ആ നിയ്യത്ത് ശരിയായാൽ ആ പ്രവർത്തനത്തെ സൂമായിട്ട് വലിയതായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കി തീർക്കും എന്നുള്ള. എന്നാൽ ചിലപ്പോൾ വലിയ വലിയ പ്രവർത്തനം, ആ നിയ്യത്ത് അത് ശരിയായിട്ടില്ലെങ്കിൽ എന്താവും? ആ വലിയ വലിയ പ്രവർത്തനമൊക്കെ നിസ്സാരമായി പോകും എന്നതാണ് അവിടെ നമ്മെ പഠിപ്പിക്കണം. അപ്പോൾ സഹോദരന്മാരെ, പിന്നെ ഇതിൽ പറയുന്നത് വയൗമ യുർജഊന ഇലല്ലാഹ് എന്നുള്ളതാണ്. യൗമ യുർജഊന ഇലല്ലാഹ് എന്ന് പറയുമ്പോൾ അത് ഒരു സൂചനയാണ്.
അതും അള്ളാഹു അറിയും. എങ്ങനെ? മനുഷ്യർ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ദിവസം അള്ളാഹു അറിയുന്നുണ്ട്. നമുക്കറിയില്ല എന്നാ നമ്മളെ മടക്കി കൊണ്ടുപോവുക അല്ലേ? ഏത് സമയത്തും ഏത് നിമിഷത്തിലും. അതിന് പ്രായം അതിനൊരു തടസ്സമല്ല അല്ലേ? കുറേ പ്രായമായി വയസ്സായി അതൊന്നും അതിന് പ്രശ്നമല്ല. ഏത് യുവാക്കളും നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, നമ്മൾ കാണുന്ന വർദ്ധിച്ചു വരുന്ന അറ്റാക്കുകൾ, അതേപോലെ തന്നെ പക്ഷാഘാതങ്ങൾ അല്ലേ, കൊഴിഞ്ഞു വീഴുക, ഇത്തരം രോഗങ്ങൾ നമ്മൾ നിത്യവും രാവിലെ സുബീസ്കരിച്ച് പിന്നെ ഖുർആനൊക്കെ ഓതിയിട്ട് വാർത്തെങ്ങാനും കേൾക്കാനിരുന്നാൽ എത്രയാണ് ഒരു ദിവസം നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഒരു നിമിഷം മതി അല്ലേ? നമ്മളെപ്പോലെ കിടന്നുറങ്ങിയവർ പലരും ചിലപ്പോൾ നേരം പുലരുമ്പോൾ ആ ഉറക്കത്തിൽ നിന്ന് ഉണരാറില്ല. അപ്പോൾ ഒരു നിമിഷം മതി. അപ്പം ആ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ആ ദിവസം എന്ന് അള്ളാഹു തആല നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അത് നമ്മൾ ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹു തആല ആ ദിവസം നമ്മെ കൊണ്ടുപോകും എന്നുള്ളതാണ് സഹോദരന്മാരെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ദിവസത്തിന് വേണ്ടി നാം ഒരുങ്ങണം എന്നുള്ളതാണ്. വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയുള്ള ഒരുക്കം അല്ലേ? ഒരു വിദ്യാർത്ഥിയെ അപ്രതീക്ഷിതമായി അവൻ്റെ എക്സാമിന് വിളിക്കപ്പെട്ടാൽ ആ വിദ്യാർത്ഥിയുടെ അവസ്ഥ എന്തായിരിക്കും സഹോദരന്മാരെ? ഇതേപോലെ ആയിരിക്കും. അപ്രതീക്ഷിതമായിട്ടായിരിക്കും അല്ലാഹു തആല നമ്മെ അള്ളാഹുവിലേക്ക് വിളിക്കുക. അതുകൊണ്ട് നമ്മൾ അശ്രദ്ധയെ ജീവിക്കരുത്. അശ്രദ്ധയിൽ ജീവിക്കുമ്പോൾ ആ സമയത്താണ് നമുക്ക് മരണം വന്നെങ്കിൽ നമ്മുടെ ജീവിതം തീരാ നഷ്ടത്തിലാകും എന്നുള്ളതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം വയൗമ യുർജഊന ഇലല്ലാഹ്, അതിൽ പഠിക്കാനുള്ള മറ്റൊരു പാഠം അള്ളാഹുവിലേക്ക് മടക്കപ്പെടുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. ഈ ദുനിയാവിൽ നമ്മൾ എത്ര കാലം ജീവിച്ചാലും 100, 120, 1000 കൊല്ലമൊക്കെ ജീവിച്ചാലും ഒരിക്കൽ നമ്മൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടും. അത് ധനികനായാലും ദരിദ്രനായാലും ശക്തവാനായാലും ദുർബലനായാലും ഭരണാധികാരിയായാലും പ്രജയായാലും ആരായാലും അല്ലേ, എല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും മരണം വന്നെത്തുക തന്നെ ചെയ്യും എന്നുള്ള. അത് മാത്രമല്ല, ഇനി അള്ളാഹു പറയണത് ഫയുനബ്ബിഉഹും ബിമാ അമിലു, അവരുടെ പ്രവർത്തിച്ചതിൻ്റെ ഫലം, പ്രവർത്തിച്ചത് അല്ലാഹു തആല ആ കെഷ്ഫ്, ആ റിപ്പോർട്ട് അവിടെ കൊടുക്കും എന്നുള്ളതാണ് അല്ലേ? ആ ചെറുതാവട്ടെ വലുതാവട്ടെ എന്താണോ അവർ പ്രവർത്തിച്ചത് അല്ലാഹു തആല ആ പരലോകത്ത് വെച്ച് അത് കാണിച്ചു കൊടുക്കും. ചിലപ്പോൾ എത്രത്തോളം നമ്മളിപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ടാവും, നമ്മൾ മറന്നിട്ടുണ്ടാവും എന്തേപ്പം അന്ന് പറഞ്ഞ്. അതുപോലും നമ്മളിപ്പോൾ ഒരു നോട്ടം നോക്കിയിട്ടുണ്ടാവും, അതിങ്ങനെ വൈക്ക് പോയപ്പോൾ ഇങ്ങനെ ഒരു നോട്ടം നോക്കിയതാവും, അതുപോലും അതിലുണ്ടാവും അല്ലേ? നമ്മൾ എത്ര രഹസ്യമായി ചെയ്തതും അതിലുണ്ടാവും, പരസ്യമായി ചെയ്തതും ഉണ്ടാകും. അതൊക്കെ മക്തൂബാണ്, അതിലൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അതേപോലെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും എന്നുള്ള. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണ്ടല്ലോ, മാലിഹാദൽ കിതാബ് ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീ വയഖൂലൂന യാ വൈലതനാ മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സഹ. കർമ്മരേഖ കൊടുക്കുമ്പോൾ ആ മനുഷ്യൻ പറയും അല്ലേ, കുറ്റവാളികളായ ആളുകൾ പറയും, തെറ്റ് ചെയ്ത ആളുകൾ പറയും, എന്തൊരു കർമ്മരേഖയാണിത്, ഇതിൽ ചെറുതാവട്ടെ വലുതാവട്ടെ നിസാരമാവട്ടെ അതൊക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ എന്നവിടെ വെച്ച് മനുഷ്യൻ പറയും. അപ്പോൾ എല്ലാം ഫയുനബ്ബിഉഹും ബിമാ അമിലു, മനുഷ്യർ പ്രവർത്തിച്ചത് വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അതിനെപ്പറ്റിയുള്ള വിവരം നൽകും എന്നുള്ളത്. പിന്നെ ഈ ആയത്ത് യുനബ്ബിഉഹും എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിലുള്ള അറിയിപ്പ് കൊടുക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിൽ കൂട്ടുമില്ല കുറക്കുമില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നീതി, എത്രമാത്രം നീതിമാനാണ് അള്ളാഹു. ഒരാളോടും അള്ളാഹു എന്ത് ചെയ്യില്ല, അനീതി പ്രവർത്തിക്കില്ല. വലാ യദ്ലിമു റബ്ബുക അഹദ എന്ന ആയത്തിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ടല്ലോ അല്ലേ, നിൻ്റെ രക്ഷിതാവ് ഒരാളോടും അനീതി പ്രവർത്തിക്കില്ല, അന്യായം ഉള്ളതുപോലെ. നന്മയാണെങ്കിൽ ആ നന്മയ്ക്ക് ഇരട്ടി പ്രതിഫലം, തിന്മയാണെങ്കിൽ ആ തിന്മയ്ക്ക് തക്കതായ പ്രതിഫലവും ആര് നൽകും? അല്ലാഹു സുബ്ഹാനഹു വ തആല.
പിന്നെ നൽകുന്നതാണ് അല്ലേ. വമൻ യഅ്മൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅ്മൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. ഈ ഒരു ആശയം, ഈ ഒരു വിശ്വാസം വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കും. ഈ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസത്തിന് വേണ്ടി നമ്മളൊക്കെ റെഡിയാവും. ഈ വിശ്വാസത്തിൻ്റെ കുറവാണ് നമ്മൾ റെഡിയാവാത്തത് അല്ലേ. നമ്മൾ നാളെ ആവാന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മൾ ഒരുങ്ങൂല. അപ്പോൾ സഹോദരന്മാരെ, ഇന്ന് തന്നെ നമ്മൾ നിരന്തരം പക്ഷാതപിച്ചുകൊണ്ട്, സത്യസന്ധമായ പക്ഷാതാപത്തിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ആത്മാർത്ഥമായി ചെയ്തുകൊണ്ട്, നമ്മുടെ ആരാധനാകർമ്മങ്ങളൊക്കെ നിഷ്കളങ്കമായി ഇഖ്ലാസോടുകൂടി ചെയ്തുകൊണ്ട്, നമ്മളിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ, ആ രഹസ്യവും പരസ്യവുമായി ചെയ്ത പാപങ്ങൾക്കൊക്കെ പക്ഷാതപിച്ചുകൊണ്ട് കൂടുതൽ ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കണം എന്നത് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ഫയുനബ്ബിഉഹും ബിമാ അമിലു. കാരണം എന്താ, നമ്മൾ പ്രവർത്തിച്ചത് അള്ളാഹു വളരെ വ്യക്തമായി നമുക്കവിടെ വിവരം നൽകും എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ ഒരു വിദ്യാർത്ഥി പരീക്ഷയ്ക്കൊരുങ്ങുമ്പോൾ എന്താ ഉണ്ടാവുക, ശരിക്കൊരുങ്ങിയാൽ അവന് ആത്മാർത്ഥമായി ശരിക്കൊരുങ്ങിയാൽ വിജയം കിട്ടും. ഇല്ലേ, കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ ഓൻ ഖേദിക്കേണ്ടി വരും, കൈകടിക്കേണ്ടി വരും അല്ലേ. ഒരു കഥ ഇങ്ങനെ പറയാറുണ്ട്. ഒരു മനുഷ്യൻ എന്നും ധാരാളമായിട്ട് ഇങ്ങനെ ചിരിക്കും, പൊട്ടിച്ചിരിക്കും. അപ്പോൾ കൂട്ടുകാർ ചോദിച്ചു, നിങ്ങൾ പിന്നെ ആഖിറത്തിനെ പറ്റിയൊന്നും ചിന്തിക്കണില്ലേ, പരലോകത്തെ പറ്റിയൊന്നും നിങ്ങൾ ഇതുവരെ എന്നും നിങ്ങൾക്ക് ചിരി തന്നെ. അപ്പോൾ അയാൾ പറയാണ്, ഞാൻ പരലോകത്തെ പറ്റി ഓർത്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന ആ പ്രദർശന ദിനത്തെപ്പറ്റി ഞാൻ ഓർത്താൽ എനിക്ക് ഒരിക്കൽ പോലും ചിരിക്കാൻ സാധ്യമല്ല എന്ന്. കാരണം ഹക്കീക്കത്ത് മനസ്സിലാക്കിയ, ഈ ലോകത്തിൻ്റെ, ഈ ദുനിയാവിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണ, നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ആൾക്ക് ശരിക്കും മര്യാദക്കൊന്നും ചിരിക്കാനൊന്നും സമയം കിട്ടില്ല. അതുകൊണ്ട് ആ ഒരു കവിഭാഷയിൽ ഇങ്ങനെ കാണാം, ശരിക്ക് ബുദ്ധിയുള്ളവൻ അവൻ്റെ ബുദ്ധി കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കും. കാരണം ചിന്തിച്ച് അവന് എന്താവും, പിന്നെ ഇങ്ങനെ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന. എന്നാൽ ബുദ്ധിയില്ലാത്ത നാക്കാലികളെപ്പോലുള്ള മനുഷ്യന്മാർ അവരുടെ ആ ദൗർബല്യത്തിൽ ഇങ്ങനെ സുഖസുന്ദരായിട്ട് ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്നുണ്ടാവും. നാക്കാലികളുണ്ടെങ്കിൽ തിന്നാ കുടിക്കുക, കാട്ടിക്കുക, വീണ്ടും തിന്നാ കുടിക്കുക, ആലയിൽ പോയി, ഇതേപോലെ ആവരുത് നമ്മളെ. മറിച്ച് എന്തിനാണ് ഈ ജീവിതം, എന്താണ് ഈ ജീവിതം, എവിടുന്നാ ഞാൻ വന്നത്, എവിടേക്കാണ് എനിക്ക് പോകാനുള്ളത്, ഈ ചിന്ത നമുക്കുണ്ടായിക്കൊണ്ടിരിക്കണം എന്നതാണ് ആ കവി നമ്മെ പഠിപ്പിക്കുന്നത്. ആയത്ത് അവസാനിക്കുന്നത് നോക്കൂ നിങ്ങൾ, വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവരാണ്. നേരത്തെ കത് യഅലമു എന്ന് പറഞ്ഞപ്പോൾ നമ്മളത് കൂടുതൽ വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ അറിവ്, അള്ളാഹു എല്ലാം അറിയുന്നവനാണ് എന്നൊരു വിശ്വാസം, ഇത് കേൾക്കാൻ ചിലപ്പം ചെറിയ പദങ്ങൾ അല്ലേ. വല്ലാഹു അലീം, വല്ലാഹു എന്താണ്, ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാ കാര്യത്തെപ്പറ്റിയും അറിയുന്നവനാണ് എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ വാക്കുള്ളതിൽ, പക്ഷേ ആ പദം ചെറിയതാണെങ്കിലും ആ പദത്തിൻ്റെ വിശാലമായ അർത്ഥം, ആശയം വളരെ വിശാലമാണ്. അതിൻ്റെ ആശയം എന്നുള്ളതാണ്. യഅലമു ഖായിനത്തുൽ അയുൻ, കണ്ണിൻ്റെ കട്ടുനോട്ടം പോലും അല്ലാഹു തആല അറിയും. വമാ തുഖ്ഫി സുദൂർ, മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയും. അപ്പോൾ സഹോദരന്മാരെ, അള്ളാഹു ഇതൊക്കെ ശരിക്കും നമ്മുടെ മനസ്സിൻ്റെ അകത്തുള്ളതൊക്കെ അറിയും. നമുക്ക് നാളെ എന്താ വരാൻ പോകുന്നത് അതും അള്ളാഹു അറിയും എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ രഹസ്യമായി, പരസ്യമായി നമ്മൾ അള്ളാഹുവിനെ മുറാക്കബത്ത് ചെയ്യുന്നത് പോലെ രഹസ്യമായും നമ്മൾ അള്ളാഹുവിനെ മുറാക്കബത്ത് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അതേപോലെ തെറ്റുകൾ, മഅസിയത്ത് ചെയ്യാനുള്ള അവസരങ്ങളിൽ നിന്ന് നാം വിട്ടുനിൽക്കും. നമ്മൾ ഒറ്റക്കാണെങ്കിലും തെറ്റ് ചെയ്യൂല. അതേപോലെ ഒരാളും നമ്മളെ കാണുന്നില്ലെങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കുറ്റമറ്റ രൂപത്തിൽ ചെയ്യും. അതിനെന്ത് വേണം? ഈ വിശ്വാസം വേണം. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം എന്ന വിശ്വാസം വേണം. മഹാനായ
അബ്ദുല്ലാഹുബിൻ ഉമർ റളിയല്ലാഹുവിൻ്റെ ആ ആട്ടിടയനുമായിട്ടുള്ള സംഭവം നമുക്ക് ശരിക്കറിയാലോ. അദ്ദേഹം വന്ന് ചോദിക്കേണ്ട ആട്ടിടയനോട്, ഈ ആട്ടിൻ പറ്റത്തിൽ നിന്ന് ഒരാടിന് എനിക്ക് തരുമോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പം തരാൻ പറ്റൂല, ഇതിനൊരു യജമാനനുണ്ട്, ആ യജമാനൻ്റേതാണ് ഈ ആട്. ആ യജമാനൻ ഈ ആടുകളുടെ എണ്ണമൊന്നും അറിയില്ലല്ലോ, അതിനെ ചെന്നായി പിടിച്ച് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ പോരെ, ഒരാടിനെ തരൂ എന്ന് പറഞ്ഞപ്പം ആ യജമാനൻ അറിയുന്നില്ലെങ്കിലും എല്ലാം കാണുന്ന അള്ളാഹു കാണുന്നുണ്ടല്ലോ എന്ന ആ അടിയുറച്ച ഒറ്റക്കാണെങ്കിലും ഏകാന്തമായി വസിക്കുകയാണെങ്കിലും ആ ഒരു വിശ്വാസം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം ക്ലിയറാവും. മാത്രമല്ല നമുക്ക് ദുനിയാവിൻ്റെ കാര്യത്തിൽ കൂടുതൽ ദുഃഖിക്കേണ്ടി വരികയില്ല. ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടാനുമൊക്കെ നമുക്ക് സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാൻ്റെ അറിവ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഒരു കടലിനെ നോക്കുമ്പോൾ, ഒരു സമുദ്രത്തെ നോക്കുമ്പോൾ കണ്ണെത്താ ദൂരത്തായിരിക്കും അത് ഇങ്ങനെ വിശാലമായി കിടക്കണം. ഇതേപോലെ ഇതിനേക്കാൾ അനന്തമാണ് ഇൽമുള്ള അള്ളാഹുവിൻ്റെ അറിവ്, അല്ലേ? അനന്തമായി കിടക്കുകയാണ്. നമുക്കിപ്പം ചിന്തിക്കാൻ പറ്റിയ ഒരു കണ്ണെത്താ ദൂരത്തുള്ള കടലാണ്. ആ കടലെ നമുക്ക് കണ്ടെത്താൻ, അതിൻ്റെ അറ്റം ഇവിടെ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല, അല്ലേ? ഇതേപോലെ ഇതിനേക്കാൾ അനന്തമാണ് റബ്ബിൻ്റെ അറിവ് എന്ന് പറയുന്നത്. അപ്പം ഈ സൂറത്ത് നൂർ എന്ന് പറയുന്ന ഈ അധ്യായം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെ പഠിച്ചു. അഹ്കാമുകൾ പഠിച്ചു, എങ്ങനെ നിയന്ത്രിക്കണമെന്ന് പഠിച്ചു, സമ്മതം ചോദിക്കണതിനെ പഠിച്ചു, അതേപോലെ ഇഫത്തിനെ പറ്റി, ആ ശുദ്ധമായ താഅത്തിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു. ഇനി അവസാനാണ് എന്ത് പറയുന്നത് ഈ സൂറത്തിൽ, അലാ ഇന്ന ലില്ലാഹി മാഫിസ് സമാവാതി വൽ അർദ്, അള്ളാഹുവിൻ്റെ ഉടമസ്ഥാവകാശത്തെപ്പറ്റി, അള്ളാഹുവിൻ്റെ ആധിപത്യത്തെ പറ്റിയൊക്കെ വിവരിക്കണം. കാരണം സഹോദരന്മാരെ, ഈ സൂറത്ത് കേവലം ഒരു നിയമമല്ല, മറിച്ച് ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന വലിയ ആ സത്യം, ആ ഹക്ക് നമ്മളെ പഠിപ്പിക്കാനാണ് സഹോദരന്മാരെ ഇത് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഉടമസ്ഥാവകാശത്തിലാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്, അല്ലേ? നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലാണ്, അള്ളാഹുവിലേക്കാണ് നമ്മൾ മടക്കപ്പെടുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ഒരവസ്ഥ, പുനരുത്ഥാന നാൾ ചെല്ലുമ്പോൾ ഇവിടെ നമുക്ക് കൈകൊണ്ടും നാവുകൊണ്ടൊക്കെ സംസാരിക്കാൻ പറ്റും. അവിടെ നമ്മൾ നാവിനാട് സീല് ചെയ്തിട്ട് നമ്മുടെ അവയവങ്ങൾ സംസാരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിം, അന്നത്തെ ദിവസം അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ ദിവസത്തിൽ നമ്മുടെ വായക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സീല് ചെയ്യും. വതുകല്ലിമുന ഐദീഹിം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കൈകളും കാലുകളുമൊക്കെ അവയവങ്ങൾ സംസാരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ആയത്ത് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യം, നമ്മൾ ഒറ്റക്കായിരിക്കുമ്പോഴും, അല്ലേ, ഒരു അനീതിയും ഒരു അക്രമവും ഒരു ദുൽമും ഒരു തെറ്റും ചെയ്യാൻ പാടില്ല. മറിച്ച് അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട്. അതിന് അകന്നു നിൽക്കാനുള്ള ഏറ്റവും വലിയ എന്താണ് ഈ ആയത്ത്? അലാ ഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ ഖദ് യഅലമു മാ അൻതും അലൈഹി. ഇപ്പങ്ങളുള്ള നിലപാട് അള്ളാഹു അറിയുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോൾ നമ്മൾ ഒരിക്കലും വഞ്ചിതരാവാൻ പാടില്ല എന്നുള്ളതാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സഹോദരന്മാരെ, ഈ ലോകം ഒരു നാടകവേദി പോലെയാണ്, അല്ലേ? ആ നാടകത്തിലെ എല്ലാവരും ഇവിടെ അഭിനേതാക്കളാണ്. എന്നാൽ സഹോദരന്മാരെ, യഥാർത്ഥ ആ നാടകത്തിൻ്റെ വിധി പ്രഖ്യാപിക്കണ ആരാ? അത് തിരശ്ശീല വീണിട്ടാണ്, അല്ലേ? ഇതേപോലെ ഈ ലോകം, ദുനിയാവ് കഴിഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇവിടെ ജീവിച്ചതിൻ്റെ മുതൽ സെറ്റ് വരെയുള്ള എല്ലാ കാര്യവും നമുക്ക് അറിയിപ്പ് നൽകും. അതാണ് ഫയുനബ്ബിഉഹും ബിമാ അമിലു. അപ്പോൾ സഹോദരന്മാരെ, ഈ ആയത്ത് എന്നും നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവട്ടെ. ഈ സൂറത്ത് ഇവിടെ അവസാനിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ നമ്മൾ കേട്ട് പഠിച്ച കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് നല്ലത് സ്വീകരിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. സഹോദരന്മാരെ, ഇതൊക്കെ കേട്ട് പഠിക്കുന്ന ആളുകൾ എനിക്കും വേണ്ടി പ്രത്യേകം
ദുനിയാവിൻ്റെ കാര്യത്തിനല്ല, പരലോക വിജയത്തിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം എന്ന വിനയമായ അഭ്യർത്ഥനയോടുകൂടി, ആ വിനയത്തോടുകൂടി അഭ്യർത്ഥനയോടുകൂടി ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ഈ സൂറത്ത് ഇതോടുകൂടി ഇവിടെ അവസാനിക്കുന്നു. അൽഹംദുലില്ലാ. അലാ ഇന്ന ലില്ലാഹി മാ ഫിസ്സമാവാതി വൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലുള്ളതുമൊക്കെ തീർച്ചയായും അള്ളാഹുവിനുള്ളതാണ്. ഖദ് യഅലമു മാ അൻതും അലൈഹി. നിങ്ങൾ ഏതൊരു നിലപാടിലാണോ ഉള്ളത് അത് അള്ളാഹു അറിയുന്നുണ്ട്. വയൗമ യുർജഊന ഇലൈഹി. അവർ മനുഷ്യർ മടക്കപ്പെടുന്ന ദിനം അള്ളാഹു അറിയുന്നു. ഫയുനബ്ബിഉഹും ബിമാ അമിലു. അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ വിവരം അള്ളാഹു അവർക്ക് നൽകുന്നതാണ്. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. അള്ളാഹു എല്ലാ കാര്യങ്ങളെപ്പറ്റിയും നന്നായി അറിയുന്നവനാണ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.